ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നോക്കി. ദെൻ അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് സ്റ്റേജാണ്. ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി സ്റ്റേജാണ്. അപ്പോൾ മെച്യൂരിറ്റി സ്റ്റേജ് വരെയുള്ളത് നമ്മൾ നോക്കി. ദെൻ ലാസ്റ്റ് സ്റ്റേജ് വരുന്നതാണ് ഡിക്ലൈൻ സ്റ്റേജ്. ഓക്കെ, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ദെൻ അതേപോലെ തന്നെ ഗ്രോത്ത് സ്റ്റേജിൽ, അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ്, ഏതിലൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്? പ്രൊഡക്റ്റിൽ, പ്രൈസിൽ, പ്ലേസിൽ. പ്ലേസ് മീൻസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 എണ്ണത്തിൽ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജികളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈൻ സ്റ്റേജാണ്. ഡിക്ലൈൻ സ്റ്റേജിലും സെയിം, പ്രൊഡക്റ്റിൽ എന്തൊക്കെ, പ്രൈസിൽ എന്തൊക്കെ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ, പ്രൊമോഷനിൽ എന്തൊക്കെ, ഇങ്ങനെ 4 എണ്ണമായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിക്ലൈൻ സ്റ്റേജിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് സ്ട്രാറ്റജികൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഫസ്റ്റ്. ഡിക്ലൈൻ സ്റ്റേജിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോപ്പിംഗ് ദാറ്റ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദ കോമ്പറ്റീഷൻ വിൽ ഡ്രോപ്പ് ഔട്ട്. ദറ്റ് ഈസ് ടു ഡിസൈഡ് ഇറ്റ് ഈസ് ഡിസൈഡ് ടു കണ്ടിന്യൂ വിത്ത് ദ പ്രൊഡക്റ്റ്. ഫേം ഷുഡ് ഡിസൈഡ്, എന്ത് ചെയ്യുക? ആ പ്രൊഡക്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമോ എന്ന് ഫേം ഡിസൈഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ശരിക്കും ഈ ഒരു ഡിക്ലൈൻ സ്റ്റേജ്. സ്വാഭാവികമായിട്ടും ഡിക്ലൈൻ സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം നമ്മളെ പ്രൊഡക്റ്റ് മിക്കതും മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സും ഒരുവിധം ഒന്നും നമ്മളെ പ്രൊഡക്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാനോ കോമ്പീറ്റ് ചെയ്യാനോ ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷൻ സ്റ്റേജിൽ കമ്പനി എന്ത് ചെയ്യണം? നോർമലി ഡിക്ലൈൻ ചെയ്ത് പോവുകയാണ്, മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൽ ഇനി കണ്ടിന്യൂ ചെയ്യണമോ എന്നുള്ളത് ഫേം ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ ഹോപ്പിംഗ് ദാറ്റ് വിത്ത് പാസേജ് ഓഫ് ടൈം ദ കോമ്പറ്റീഷൻ വിൽ ഡ്രോപ്പ് ഔട്ട്. കമ്പനിയുടെ കോമ്പറ്റീഷനൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയി കാണും. ദെൻ ടു ഡിസൈഡ് കണ്ടിന്യൂ വിത്ത് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് ഫേം എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഡിസിഷൻ. സെക്കൻഡ് വൺ, ഹാർവസ്റ്റ്. ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് റിഡ്യൂസിങ് ഓവറോൾ കോസ്റ്റ് ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് സെയിൽസ് വിൽ ബി പ്രോഫിറ്റബിൾ ഫോർ സം ടൈം ടു കം. അതായത് കമ്പനിക്ക് സെയിൽസ് കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ റിഡ്യൂസിങ് ഓവറോൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും. ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് സെയിൽസ് വിൽ ബി പ്രോഫിറ്റബിൾ ഫോർ സം ടൈം ടു കം. പ്രോഫിറ്റ് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിൽ, സെയിൽ നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിൽ കമ്പനി എന്ത് ചെയ്യുക? പ്രൊഡക്റ്റിൽ നിന്ന് സെയിൽസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോവാം. റീപാക്കിംഗ് ഓർ റീമാർക്കറ്റിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്. അടുത്ത സ്ട്രാറ്റജി പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നത് റീപാക്കിംഗ് ഓർ റീമാർക്കറ്റിംഗ്. ഫോർ റിവൈവിങ് ദ പ്രൊഡക്റ്റ് ദ കമ്പനി മേ പുട്ട് ദ പ്രൊഡക്റ്റ് ഇൻ ന്യൂ ആൻഡ് അട്രാക്റ്റീവ് പാക്കറ്റ്. കമ്പനി എന്ത് ചെയ്യുക? മാർക്കറ്റിലുള്ളവരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുതിയ പാക്കറ്റിൽ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുക. ആൻഡ് ഇറ്റ് മേ മോഡിഫൈ ദ ഡിസൈൻ ഓർ ആഡ് ന്യൂ ഫീച്ചേഴ്സ് ടു ദ പ്രൊഡക്റ്റ് ആൻഡ് റീമാർക്കറ്റ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? മോഡിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനിലൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് പുതിയ ഫീച്ചേഴ്സിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിനെയാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ പാക്കറ്റിലോ പുതിയ ഡിസൈനിലോ ഒക്കെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കണമോ എന്ന് ചിന്തിക്കേണ്ട ഒരു സ്റ്റേജാണ് ഏത് സ്റ്റേജ്? ഡിക്ലൈൻ സ്റ്റേജ്. ദെൻ അടുത്തത് ഡൈവേസ്റ്റിംഗ് സ്ട്രാറ്റജി. ഡൈവേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ ഭാഗങ്ങളിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തേണ്ട ഒരു സ്ട്രാറ്റജി കമ്പനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് സെല്ലിംഗ് ദ ബ്രാൻഡ് ടു അനദർ കമ്പനി. കമ്പനിയുടെ ബ്രാൻഡ് വേണമെങ്കിൽ വേറെ കമ്പനികൾക്ക് വിൽക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അവർ തുടർന്ന് കൊണ്ടു നടന്നോട്ടെ, കാരണം നമ്മൾ ഡിക്ലൈൻ സ്റ്റേജ് എത്തി. അപ്പോൾ തുടർന്ന് അവരിനി കൊണ്ടു നടന്നോട്ടെ എന്ന് കമ്പനി എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് കമ്പനി അവർക്ക് ഡൈവേസ്റ്റ് ചെയ്തിട്ട് വേറെ കമ്പനികൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് കമ്പനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ദ ബയർ ക്യാൻ റൺ ദ കമ്പനി വിത്ത് എ പ്രോഫിറ്റ്. ബയറാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റബിളായിട്ട് കമ്പനീനെ കൊണ്ടു നടക്കാൻ ബയർ ചിന്തിച്ചോളും. ദെൻ അല്ലെങ്കിൽ അടുത്ത കമ്പനി ചെയ്യാൻ പോണത് എന്താ? ഡ്രോപ്പ്. ഫൈനൽ സ്ട്രാറ്റജി ഈസ് വിത്ഡ്രോയിങ് ദ പ്രൊഡക്റ്റ് ഫ്രം ദ
മാർക്കറ്റിൽ നിന്ന് കമ്പനിയുടെ ഇമേജൊക്കെ പോയി. കമ്പനിക്ക് ഇനി പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനി എന്ത് തീരുമാനിക്കും? ഡ്രോപ്പ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങാം എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്ട്രാറ്റജികൾ ഏത് സ്റ്റേജിൽ അഡോപ്റ്റ് ചെയ്യണം? ഡിക്ലൈൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജികളായിട്ട് അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തത് എന്താവും? പ്രൈസിങ് സ്ട്രാറ്റജി എന്തെല്ലാമാണ് നോക്കാം. എന്തൊക്കെ പ്രൈസിങ് സ്ട്രാറ്റജികളാണ് ഡിക്ലൈൻ സ്റ്റേജിൽ കമ്പനി അഡോപ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ഇൻ ഓർഡർ ടു കണ്ടിന്യൂ ദ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ദ ഫേം ക്യാൻ യൂസ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദറ്റ് ഈസ്, ലാഭമൊന്നും ഇനി വേണ്ട, സെയിലിന് കോസ്റ്റ് ഈക്വൽ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് നമ്മൾ ചിലവ് എത്ര വരുമോ അതെങ്കിലും കിട്ടിയാൽ മതി, പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും ചിലവ് എത്ര വരുമോ അതെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു പ്രൈസാണ് കമ്പനി എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റുകൾക്ക് ഫിക്സ് ചെയ്യുക. അണ്ടർ ദിസ് സ്ട്രാറ്റജി ദ ഫേം വിൽ സെറ്റ് ദ പ്രൈസ് അറ്റ് ദ ലെവൽ ഓഫ് ടോട്ടൽ കോസ്റ്റ്. കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുമോ ആ ടോട്ടൽ കോസ്റ്റിനോട് ഈക്വലായിട്ട് കമ്പനി പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദെൻ രണ്ടാമത് യൂസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ഫിക്സിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. ഒരു ചിലപ്പോൾ പ്രൈസ് കൂടുതൽ കിട്ടുന്ന മാർക്കറ്റിൽ കമ്പനി എന്ത് ചെയ്യും? കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യും. എന്നാൽ കുറവ് കിട്ടുന്ന മാർക്കറ്റിൽ കമ്പനി കുറവ് പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പോൾ ഒരേ പ്രൊഡക്റ്റിന് തന്നെ 2 പ്രൈസ് ആയിരിക്കും കമ്പനി ഫിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് തീരുമാനിക്കാം? പ്രൊഡക്റ്റിന് പ്രൈസ് വെക്കാൻ തീരുമാനിക്കാം. അപ്പോൾ ഈ 2 സ്ട്രാറ്റജികളാണ് ഏതിൻ്റെ കേസിൽ യൂസ് ചെയ്യേണ്ടത്? പ്രൈസിങ് സ്ട്രാറ്റജിയുടെ കേസിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത്, ഫസ്റ്റ് നോക്കി പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ദെൻ സെക്കൻഡ് വൺ പ്രൈസിങ് സ്ട്രാറ്റജി, നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിതരണം. മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വിതരണം നടത്തണം എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത് റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്. അണ്ടർ ദിസ് സ്ട്രാറ്റജി ദ അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ് ആർ സ്റ്റോപ്പ്ഡ്. ഈ സ്ട്രാറ്റജിയാണ് കമ്പനി ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യേണ്ടത്. കാരണം കമ്പനി ഡിക്ലൈൻ ആവാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ കണ്ട ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജികളെല്ലാം? കമ്പനിക്കത് ആവശ്യമില്ല. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റ് മാത്രം കമ്പനി നിലനിർത്തുക. അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റിനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ കമ്പനി യൂസ് ചെയ്യേണ്ടത്. ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പഴയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊന്നും ചിലപ്പോൾ മാർക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ കമ്പനിക്ക് ഇനി എന്ത് ചെയ്യാം? പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് മാർക്കറ്റിലേക്ക് വിതരണം നടത്താം. ദറ്റ് ഈസ് നോൺ ആസ് ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ 2 ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ് കമ്പനി ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഏത് സ്റ്റേജിൽ? ഡിക്ലൈൻ സ്റ്റേജിൽ. ദറ്റ് ഈസ് റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. പ്രൊമോഷൻ സ്ട്രാറ്റജികൾ എന്തൊക്കെ? Reduce promotion expenditure. Marketer may reduce expenditure on promotion of weak product. പ്രോഫിറ്റബിൾ അല്ലാത്ത പ്രൊഡക്റ്റുകൾക്ക് കുറച്ച് പ്രൊമോഷൻ സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്താൽ മതി. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് നല്ല പ്രൊമോഷൻ സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്തോട്ടെ. കുറച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് കുറച്ച് പ്രൊമോഷൻ സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്താൽ മതി. No extra expenditure to revitalize the product. Under this strategy, no further expenditure is made for revitalizing the product. പ്രൊഡക്റ്റിനെ ഇനിയും ഉയർത്തി കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഒരു എക്സ്പെൻഡിച്ചറും ഫേം ചാർജ് ചെയ്യണ്ട. ഉള്ള ചിലവൊക്കെ തന്നെ കമ്പനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇനി പുതിയൊരു ചിലവ് കമ്പനിക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എക്കണോമി പാക്ക് may be introduced to revive the market. Moreover, reusable package may be introduced. കമ്പനി റീയൂസബിൾ ആയിട്ടുള്ള പാക്കിൽ പ്രൊഡക്റ്റ് മാക്സിമം മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി മാർക്കറ്റിൽ അട്രാക്റ്റീവ് ആവും. കമ്പനിക്കും ഒന്നും കൂടി സേഫായിട്ട് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിതരണം നടത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ റീയൂസബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ പോലുള്ള പാക്കറ്റിലൊക്കെ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് ഫെസിലിറ്റി. കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ഓഫർ ചെയ്യുക? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യാം. ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഈസി ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി മേ ബി ഓഫേർഡ്. എന്ത് ചെയ്യാം? കമ്പനിക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റികളും ഈസി ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റികളും കമ്പനിക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കമ്പനി എന്തിൽ ചെയ്യേണ്ടത്? അണ്ടർ ഡിക്ലൈൻ സ്റ്റേജിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ആൻഡ്
പ്രൊമോഷൻ സ്ട്രാറ്റജി. ഓക്കെ, അത്രയും ടോപ്പിക്കാണ് നമുക്ക് എന്തിൽ വരുന്നത്, സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് അണ്ടർ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനനുസരിച്ച് എന്തെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഒരു ഫേം അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റിൽ നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ്. പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാം എന്നുള്ളതിനെയാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് പ്ലാനിങ് എംബ്രേസസ് all activities which enables producers and middlemen to determine what should constitute a company's line of product. എന്താണ് ഒരു കമ്പനിയുടെ ലൈൻ ഓഫ് പ്രൊഡക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് പ്ലാനിങ്. ഇൻ ഷോർട്ട്, പ്രൊഡക്റ്റ് പ്ലാനിങ് ഇൻവോൾവ്സ് എ ഡെസിഷൻസ് റിഗാർഡിംഗ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസ് വിച്ച് ദ ഫേം ഈസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ. എന്താണ് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ വിൽക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഷോർട്ട് പ്ലാനിനെയാണ് പ്രൊഡക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്റ്റ് പ്ലാനിങ്. പ്രൊഡക്റ്റ് പ്ലാനിങ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ്. പ്രൊഡക്റ്റ് പ്ലാനിങ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് എൻറ്റയർ മാർക്കറ്റിംഗ് പ്രോഗ്രാം. നമ്മളെല്ലാവരും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് പ്ലാൻ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. ഇറ്റ് ഹെൽപ്സ് എസ് വാട്ട് ടു ഡു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്റ്റിൻ്റെ ഓരോ ലൈഫ് സൈക്കിളിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ് പ്ലാനിങ്. ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് അൺസാറ്റിസ്ഫാക്ടറി പ്രൊഡക്റ്റ് ലൈൻ. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ ലൈൻ മാത്രം നമുക്ക് നിലനിർത്താൻ എന്ത് സഹായിക്കും, പ്രൊഡക്റ്റ് പ്ലാനിങ് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു മോഡിഫൈ ദ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്. ഓരോ പ്രൊഡക്റ്റിലുള്ള ഗുണങ്ങൾ, അതിൻ്റെ മീൻസ് എന്തൊക്കെ ബെനിഫിറ്റുകളാണുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് എ ഫേം ടു തിങ്ക് വാട്ട് ടു പ്രൊഡ്യൂസ്, വൈ ടു പ്രൊഡ്യൂസ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ കസ്റ്റമർ ഇൻട്രസ്റ്റ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും, പ്രൊഡക്റ്റ് പ്ലാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, പ്രൊഡ്യൂസ് ഓൺലി ദ ക്വാളിറ്റി പ്രൊഡക്റ്റ്. And it helps the manufacturer to produce according to the customer needs. Company can produce product only on the interest of consumer needs, and it helps to maintain the profitability of the business. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു, പ്രൊഡക്റ്റ് പ്ലാനിങ് സഹായിക്കുന്നു. For the survival, growth of the company, product innovation is essential. Product innovation is an integral part of product planning. നമുക്ക് ഇന്നൊവേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സസ്റ്റൈൻ ചെയ്യാനും അതേപോലെ തന്നെ ഗ്രോത്തിനും സർവൈവലിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇന്നൊവേഷൻ എന്ത് വഴി മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ, പ്രൊഡക്റ്റ് പ്ലാനിങ് വഴി മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രൊഡക്റ്റ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഫേം വാണ്ട്സ് ടു ഐഡൻറ്റിഫൈ ഇറ്റ്സ് പ്രൊഡക്റ്റ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ദം ഫ്രം ദെയർ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ്. എല്ലാ കമ്പനികളുടെയും ലക്ഷ്യം എന്നെ വേറൊരാളിൽ നിന്ന് വേർതിരിക്കുക. നമ്മൾ ഓരോ വ്യക്തികളെയും ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് വേർതിരിക്കുന്നത് നമ്മളുടെ രൂപവും ഭാവവും അതിൻ്റെ പുറമെ നമ്മളുടെ പേരും അല്ലേ. അതേപോലെ തന്നെ ലെക്സ്, റെക്സോണ ഇതിനെയൊക്കെ വേർതിരിക്കുന്നത് എന്താണ്, ആ ഓരോ പ്രൊഡക്റ്റിനുള്ള ഫീച്ചേഴ്സ് പ്ലസ് അതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ പേര് വെച്ചിട്ട് ഒന്നിൽ നിന്ന് വേറൊന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ശരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. എ ഫേം ഡസ് ഇറ്റ് ബൈ മീൻസ് ഓഫ് ബ്രാൻഡിങ്. അതായത് എന്ത്, കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഒരു പ്രൊഡക്റ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഒരു ഫേം യൂസ് ചെയ്യുന്നത് എന്താണ്, ബ്രാൻഡിങ്. ബ്രാൻഡിങ് സിംപ്ലി മീൻസ് നെയിമിങ് എ പ്രൊഡക്റ്റ് ഫോർ ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്റ്റിങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഫേം പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ബ്രാൻഡിങ്. ഇറ്റ് മീൻസ് ഗിവിങ് എ നെയിം ടു ദ പ്രൊഡക്റ്റ് ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബിക്കെയിം നോൺ ആൻഡ് ഫെമിലിയർ എമംഗ് ദ പബ്ലിക്. പബ്ലിക്കിന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ബ്രാൻഡിങ്. പിക്ടൺ ആൻഡ് ബ്രോഡറിക് ഡിസ്ക്രൈബ്സ് ബ്രാൻഡിങ് ആസ്
എ സ്ട്രാറ്റജി ടു ഡിഫറൻഷിയേറ്റ് പ്രൊഡക്ട്സ് ആൻഡ് കമ്പനീസ് ആൻഡ് ടു ബിൽഡ് എക്കണോമിക് വാല്യൂ ഫോർ ബോത്ത് കൺസ്യൂമർ ആൻഡ് ദ ബ്രാൻഡ് ഓണർ. അതായത് സ്ട്രാറ്റജിയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്രൊഡക്റ്റിനെയും കമ്പനിയെയും. നമുക്കറിയാം ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവർ, LG എന്നൊക്കെ പറയുന്നത് എന്താണ്, കമ്പനികളുടെ പേരാണ്. ഇത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേരുകൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ടു ബിൽഡ് എക്കണോമിക് വാല്യൂ, പേരുകൾക്കാണ് പിന്നെ എന്ത് കിട്ടുന്നത്, വാല്യൂ കിട്ടുന്നത് അല്ലേ. ഹിന്ദുസ്ഥാൻ ലിവർ, അതേപോലെ തന്നെ ഇപ്പോൾ ലെക്സ് എന്നൊക്കെ പറയുന്ന, അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും ഇപ്പോൾ ITC ഇന്ത്യൻ ടൊബാക്കോ കമ്പനി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഓരോ കമ്പനികൾക്ക് അവർക്ക് എക്കണോമിക് വാല്യൂ കിട്ടുന്നതും, അതേപോലെ തന്നെ പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ബ്രാൻഡ് പേരുകൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നതൊക്കെ എന്തുള്ളത് കൊണ്ടാണ്, ഈ പേര് നെയിം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിൽ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഓരോന്നിനെയും ഈസി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഈസി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഫേമിന് കൊടുക്കുന്ന പേരുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബ്രാൻഡിങ് എന്ന് പറയുക. ഏതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് പോളിസികൾ എന്ന് നോക്കാം. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നെയിം, ടേം, സിമ്പൽ, മാർക്ക്, ഡിസൈന് ഓർ കോമ്പിനേഷൻ ഓഫ് ദം. ഇതെല്ലാം കൂടിയുള്ള കോമ്പിനേഷനും ആവാം. പേരും സിമ്പലും എല്ലാം കൂടെ കൂടിയിട്ടാണല്ലോ ചില പേരുകൾ ഉണ്ടാവുക. അങ്ങനെ വരുന്നതാവാം. എന്തിനു വേണ്ടിയിട്ടാണ്, വിച്ച് ഇൻറ്റൻഡഡ് ടു ഐഡൻറ്റിഫൈ ഗുഡ്സ് ഓർ സർവീസസ് ഓഫ് വൺ സെല്ലർ ഓർ എ ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അത് എല്ലാ സെല്ലേഴ്സിനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലേഴ്സിന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നിന്ന് വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന പേരോ ടേമോ സിമ്പലോ ഒക്കെ നമുക്ക് എന്തെന്ന് പറയാം, ബ്രാൻഡ് എന്ന് പറയാം. സോ ബ്രാൻഡ് ഈസ് ഈക്വൽ ടു, ബ്രാൻഡിന് നമുക്ക് എങ്ങനെ പറയാം, ക്വാളിറ്റി പ്ലസ് ഇമേജ് പ്ലസ് പ്രൈസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഇമേജും പ്രൈസും എല്ലാം കൂടെ കൂടിയതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, ബ്രാൻഡ് എന്ന് പറയാൻ പറ്റുക. സോ ബ്രാൻഡ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് പ്ലസ് പേഴ്സണാലിറ്റി. ബ്രാൻഡ് നെയിം, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ബ്രാൻഡ് that can be spoken including letters, words, numbers, etc. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഓരോ പ്രൊഡക്റ്റുകളുടെ പേരുകൾ അല്ലേ. അപ്പോൾ അത് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ 2020, 50, നമ്മളെന്താണ് വേർഡ്സ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ, നമ്പേഴ്സ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സോ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ PNG എന്താണ്, ലെറ്റേഴ്സാണ്. ഓക്കെ, ലെക്സ് വേർഡാണ്. അപ്പം ഇങ്ങനെ റെക്സോണ വേർഡാണ്. അപ്പോൾ ഇങ്ങനെ വേർഡ് വെച്ചിട്ടോ സിമ്പിൾസ് വെച്ചിട്ടോ ലെറ്റേഴ്സ് വെച്ചിട്ടോ നമ്പേഴ്സ് വെച്ചിട്ടോ ഒക്കെ നമ്മൾ പേരിനെ സ്പോക്കൺ ചെയ്താൽ, പറഞ്ഞാൽ അതിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുക. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം അതർ റൈവൽ പ്രൊഡക്റ്റ്. റൈവൽസ് എന്ന് പറഞ്ഞാൽ ആരാ, കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റിൽ നിന്ന് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നത്. ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ എന്തെങ്കിലും സിമ്പലാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ആവാം. ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിമ്പിൾ നോക്കിയാൽ നമുക്കറിയാം, എംബ്ലം എന്ന് പറയും നമ്മൾ അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് കുഡ് ബി റെക്കഗ്നൈസ്ഡ് ബൈ സൈറ്റ്. നമുക്ക് കാണുന്ന സമയത്ത് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രാൻഡ് മാർക്ക് യൂസ് ചെയ്യുന്നത്. കനോട്ട് ബി സ്പോക്കൺ, ഇത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്താണ് ഈസിലി പെട്ടെന്ന് കാണുന്ന സമയത്ത്, മാക്ഡൊണാൾഡ്സ് കാണാമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രാൻഡ് മാർക്ക് യൂസ് ചെയ്യുന്നത്. ട്രേഡ് മാർക്ക് എന്തായിട്ട് മാറി, ലീഗൽ ടേം ആയിട്ട് മാറി. ബ്രാൻഡ് നെയിമോ ബ്രാൻഡ് മാർക്കോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഗലൈസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം എ ട്രേഡ് മാർക്ക്. ദസ് രജിസ്റ്റേർഡ് ബ്രാൻഡ് ആർ നോൺ ആസ് trademark. Brand name, brand mark, trademark and copyright are collectively known as language of branding. അപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ ലാംഗ്വേജുകളാണ് എന്തൊക്കെ, ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് എന്നുള്ളത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്ക്, എന്തൊക്കെയാണ് ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ബ്രാൻഡ് പേരാവാം, സിമ്പലാവാം, ഡിസൈൻ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ആവാം. എന്നാൽ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെന്തെന്ന് പറയുള്ളൂ, ട്രേഡ് മാർക്ക് എന്ന് പറയുള്ളൂ. ഇത് ബ്രാൻഡ് ചിലപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാം, അതായത് വേറൊരാൾക്ക് ഒരാളുടെ പ്രൊഡക്റ്റിനെ ചിലപ്പോൾ കോപ്പി ചെയ്യാം,
പക്ഷേ ട്രേഡ് മാർക്ക് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ബ്രാക്കറ്റിൽ ആർ എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് ഇട്ടിട്ട് കാണാം, അതൊരിക്കലും രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കോപ്പി ചെയ്യാൻ പറ്റില്ല. ബ്രാൻഡിനൊരു ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ, പക്ഷേ ട്രേഡ് മാർക്കിന് എന്തുണ്ട്, വൈഡ് സ്കോപ്പ് ഉണ്ട്. അതായത് എല്ലാ ഏരിയകളിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷന് പോസിബിളാണ്. ആൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ് മാർക്ക്. എല്ലാ ബ്രാൻഡുകളും ട്രേഡ് മാർക്ക് ആവണം നിർബന്ധമല്ല, എന്നാൽ എല്ലാ ട്രേഡ് മാർക്കുകളും ബ്രാൻഡ് നെയിമാണ്. ഓക്കെ, ആദ്യം ബ്രാൻഡ് നെയിം ആയിട്ടാണ് വരിക, പിന്നെയാണ് അതിൽ ട്രേഡ് മാർക്ക് ആവുക. അപ്പം ട്രേഡ് മാർക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ബ്രാൻഡ് നെയിമും എല്ലാ ബ്രാൻഡ് നെയിമും ട്രേഡ് മാർക്ക് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നാൽ ബ്രാൻഡ് നെയിം ട്രേഡ് മാർക്ക് ആയിക്കഴിഞ്ഞാൽ എല്ലാ ട്രേഡ് മാർക്കുകളിലും എന്തുണ്ടായിരിക്കും, ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, ജനറലി എ സിമ്പൽ ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് സിമ്പൽ ഓഫ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. എന്നാൽ ട്രേഡ് മാർക്ക് ആയിക്കഴിഞ്ഞാൽ ജനറലി ദറ്റ് ഈസ് എ സിമ്പൽ ഓഫ് ഇറ്റ്സ് കമ്പനി. അതിൻ്റെ കമ്പനിയുടെ സിമ്പലാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ട്രേഡ് മാർക്കായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്ക്. ഓക്കെ, താങ്ക് യു.